മലയാളിയാ മലയാളിയാ. ഓക്കെ. എന്താ പേരെന്താ? രണ്ടാൾ മലയാളിസാ? രണ്ടാളി പേരെന്താ? എന്താ താഴെയുള്ള ആളെ പേരെന്താ? താഴെ ആരാ? ഏത് ഡ്രസ്സാ? ഡ്രസ് താഴെയുള്ള ആളാരാ? നീയല്ലേ? ഇപ്പൊ സംസാരിച്ച ആളാണ് താഴെ. ഞാനാണോ? അല്ലല്ല, നീ ബ്ലൂ ചുരിദാറല്ല, താഴെയുള്ള കറുപ്പ് ചുരിദാറിൽ മഞ്ഞ പുള്ളി ഉള്ളത് അല്ല, ആ താഴത്തത്. അത് എന്താ പേരെന്താ? ബെല്ല. ബെല്ല. മോളത്തെ താഴെയുള്ളവർക്ക് കേക്കുന്നില്ല. സാൻഡ്ര. 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 ബെല്ലയും സാൻഡ്ര അല്ലേ? എന്നിട്ട് എന്തെല്ലാം ബെല്ല സുഖല്ല? ബെല്ലം തുന്നല്ല. അങ്ങനല്ല. സോറി ഇവൻ കുറച്ച് ബുദ്ധിയില്ലാത്ത. ബെല്ല എന്ത് ചെയ്യുന്നു? സ്ട്രീമറല്ലേ? സ്ട്രീമറോ? ആര്? അങ്ങനെ വാർപ്പിന്റെ പണിക്കാ പോക്ക്. ഇവൻ വാർപ്പിന്റെ പണിക്കാറ്, ഞാനും. അതെ തൊപ്പി തന്നെ പേര്. അത് വിട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ബെല്ലന്റെ വീട് എവിടെയാ? ഞാൻ കോട്ടയം. എന്റെ ലൈവ് കാണലുണ്ടോ? ഇല്ല, ക്ലിപ്സ് റാൻഡമായിട്ട്. അപ്പൊ സാൻഡ്ര സാൻഡ്ര എന്താ പഠിക്കുന്നത്? ഞാൻ ഫിസിയോതെറാപ്പിയാ. ഫിസിയോതെറാപ്പി എന്ന് വെച്ചാല് മേല് മസാജ് ചെയ്യുന്ന പരിപാടിയല്ലേ? അല്ലേ അതല്ലേ ഫിസിയോതെറാപ്പിയോ? അത് മേല് മസാജ് ചെയ്യുന്ന പരിപാടിയല്ലേ? മസാജോ? ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒന്നല്ല. അറിയാലോ, ഇവരൊരു മണ്ടനാണ് ഇപ്പൊ തന്നെ മനസ്സിലായി. തെറാപ്പി എന്ന് പറയുമ്പോ എന്റെ മൈൻഡിലാകാൻ പോയത്. അത് വിട് മോളെ ബെല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് എന്റെ വീട് എവിടെയാന്ന് പറഞ്ഞ? കോട്ടയം. സാൻഡ്രന്റെ വീട് എവിടെയായിരുന്നു? സാൻഡ്രന്റെ വീട് എന്റെ വീട് തിരുവനന്തപുരം. ഐ ലവ് തിരുവനന്തപുരം. കോട്ടയം സ്ലാങ് ഒക്കെ നല്ല രസമാട്ടോ. കോട്ടയത്ത് വർത്താനൊക്കെ നല്ല ഒരു അടിപൊളിയാ. തിരുവനന്തപുരത്തെ സ്ലാങ് നല്ല. തിരുവനന്തപുരത്തെ സ്ലാങ് അത്ര നല്ലൊന്നുമല്ല. തിരുവനന്തപുരത്തെ സ്ലാങ്ങിനെക്കാളും കോട്ടയം സ്ലാങ് ആണ് കേൾക്കാൻ രസം. അല്ല, സാൻഡ്ര മറ്റേ തിരുവനന്തപുരം സ്ലാങ് പറയോ? എന്തിനപ്പി അതെങ്ങനെയാലും പറയോ? അല്ല, ഞാൻ എന്റെ മമ്മീന്റെ വീടാണ് തിരുവനന്തപുരം, പക്ഷെ എന്റെ ഫാദറിന്റെ വീട് കോട്ടയത്താ. കോട്ടയത്താ? കോട്ടയം കിട്ടി. എന്നിട്ട് ബെല്ല എന്ത് ചെയ്യുന്നു പറഞ്ഞ? ബെല്ലം വെക്കുന്നു. ഞാനും ഫിസിയോതെറാപ്പി. രണ്ടാളും അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ? നിങ്ങള് ഫ്രണ്ട്സാ? ബെല്ലക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. സാൻഡ്ര, ഞാൻ ചോദിക്കട്ടെ, ഐഡിയ ചോദിക്കണ്ടേ അല്ലെങ്കിൽ ഇതെന്താ? ഇതെന്ത് പരിപാടിയാണ്? തൊപ്പി മമ്മ ബാക്കിലുണ്ട്. എന്തോ ബുദ്ധിക്കാൻ പോയിട്ടുണ്ടാവും. ഒരു മിനിറ്റ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടോ? ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ലേ കേട്ടോ. ഐഡിയ ഉണ്ടാവൂലേ? പക്ഷെ എന്നിട്ട് ബെല്ല, ഇതിപ്പോ രണ്ടാളായിക്കൊണ്ട് എനിക്ക് ഒരു സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. മുകളിലും താഴെ പകുതി മുഖം കാണുന്നുള്ളൂ. കുറച്ച് ബാക്കിലേക്ക് വെച്ചാൽ എനിക്ക് മുഖം കാണാം. ഇപ്പൊ എനിക്ക് ബെല്ലന്റെ പകുതി മുഖം കാണുന്നുള്ളൂ. സൂം ഔട്ട് ചെയ്യോ? കുറച്ച് ബാക്കിലേക്ക് ക്യാമറ വെച്ചാ നിന്റെ ഇവിടം വരെ എനിക്ക് കാണുന്നുള്ളൂ, മുകളിലേക്ക് കാണുന്നില്ല. നിന്റെ മുടിയൊന്നും കാണുന്നില്ല. എന്നിട്ട് അപ്പൊ കോട്ടയംകാരി ബെല്ല, കോട്ടയംകാരി സാൻഡ്രയും രണ്ടാളും കോട്ടയത്താണ്. അപ്പൊ ബെല്ലക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇല്ല, ഞാൻ യൂസ് ഇല്ല. കിസ് ചോദിക്കല് ഞാൻ ചോദിക്കണം. നീ നിന്റെ ചാനൽ അതല്ല. നിങ്ങൾ എന്തെങ്കിലും ബെല്ലം പതിഞ്ഞ പോലെ എന്തെങ്കിലും പറയുന്നേ? മുത്തല്ല, നിനക്കൊരു ചവിട്ടാ തരാം. സ്ട്രീം ചെറുതായിട്ട് നിങ്ങൾ ലൈവിലുണ്ട്. സാൻഡ്ര ഇല്ല മെയിന്. അല്ലല്ല ബെല്ല പേര്.
ബെല്ല തൊപ്പിക്ക് ഒരു ഉമ്മ കൊടുത്താൽ ബെല്ലക്ക് 10,000 രൂപ നൽകുന്നതായിരിക്കും. എന്റെ മോനെ ബെല്ല 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 ഒന്ന് ഇങ്ങനെ ആക്കുവോ ഞാൻ മരിക്കേണ്ടി വരും. ബെല്ല പ്ലീസ്, ബെല്ല ചാലഞ്ച് ആണ്. 10,000 രൂപ തരുന്ന പറഞ്ഞത്. ബെല്ല കമോൺ ഫാസ്റ്റ്. ചാലഞ്ച് 30 സെക്കൻഡിൽ തീരുന്നതാണ്. അയ്യോ ബേയ പെട്ടെന്ന് ബെല്ല. അയ്യോ ഇപ്പൊ തീരുവല്ലോ. ടിക് ടിക് 2 ബെല്ല ഇപ്പൊ സമയം തരും. ടൈം ഔട്ട് ആവും. അതാ തീരാൻ പോന്നെ. ഫാനാണ് ഞാൻ. എന്നാ ഫാനിസത്തിലൂടെ ഒരു സ്നേഹത്തോടെ ഒരു ഉമ്മ. പെട്ടെന്ന് ഇപ്പൊ സമയം തരും. ബെല്ല സമയം തരും. 10,000 രൂപ ചാലഞ്ചാണ്. ഒന്ന് ഇങ്ങനെ ആക്കിയത്. കൊടുത്താ നീ കളിക്കുന്നത് ആള് മാറിപ്പോളാ. എനിക്ക് നല്ലോണം അയിലമ്പി പറയിപ്പിക്കും. അത്ര വലിയ തന്തൊക്കെ പറഞ്ഞവരാണ്. സാൻഡ്ര ഷമീറിനോട് ഐ ലവ് യു പറയുന്ന ഇല്ലാത്തത് പച്ചക്കള്ളം. സംഭവമില്ല. എത്ര 10,000 റുപ്യ ഇപ്പൊ സമയാവുന്ന ഇപ്പൊ സമയം പോലും ടിക് ടിക് 3 എന്താ ചാറ്റ് പറയുന്നത് എന്തോ 10,000 രൂപ ചാലഞ്ച്. ഞാൻ പറയുന്നൊന്നുമില്ല. ചാറ്റിൽ അങ്ങനെ ഉണ്ട്. സാൻഡ്ര ലവ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നുമില്ല പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ എനിക്കിന്ന് ഉറക്കം കിട്ടൂല. ഇവരെല്ലാം എന്നെ ഊക്കുകയും ചെയ്യും. ഒന്ന് പറ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സാൻഡ്ര ഇതൊന്നും സംസാരിക്കുന്നില്ല. സാൻഡ്ര എന്തൊക്കെ ഒന്ന് പ്ലീസ്. എന്നാ ഒരു ഉമ്മ വേണ്ട, ഒരു ഐ ലവ് യു പറഞ്ഞോടെ പ്ലീസ്. തൊപ്പി നീ എല്ലാം മാറിപ്പോയിക്കാം പ്ലീസ്. ഓൻ പറയുന്നൊന്നും ഇതാക്കല്ല. ഒന്ന് ഇത് ചാറ്റിൽ പറയുന്നുണ്ട് 20,000 രൂപ തരാന്നാ പറയുന്നത്. എല്ലാരും കൂടി അങ്ങനെ ഒരു സംഭവമില്ല. പച്ചക്കള്ളം. എടാ നാറി നീ ഇടുന്ന് ഓടിക്കുന്നേ അന്തൊക്കെ എടുത്തിട്ട് സത്യമായിട്ട് എന്നെ ഇങ്ങോട്ട് വരല്ലേ നീ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ശാപായിട്ട് നീ നിൽക്കുന്നുണ്ട് പെണ്ണിനെ കിട്ടാനാകുമ്പോ. അപ്പൊ 30,000 ആൾക്കാർ കാണുന്നുണ്ട്. ഓരോരാൾ 1 രൂപ വെച്ചിട്ട് 30,000 രൂപ തരാന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയാം. ബെല്ല ഒന്ന് പറഞ്ഞു കൊടുക്കും. നിന്റെ സുഹൃത്തല്ലേ ഓള്, നിന്റെ സുഹൃത്തല്ലേ, നീ ബെല്ലം പിതിങ്ങിയ പോലെ നിൽക്കല്ല. ബെല്ല ഒന്ന് പറഞ്ഞു കൊടുക്കും ഓളോട്. സാൻഡ്രനോട് ഒന്ന് പറ. ഒന്ന് ഉമ്മ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. നീ ഉമ്മ കൊടുത്തല്ലേ ഈ കാമക്കടിയന്. അത് വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു ലവ് യു മതി. കാമക്കടിയൻ അങ്ങനെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവന്റെ കുറച്ച് കഥകളുണ്ട്. ഞാൻ കാമക്കടിയല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ. എല്ലാം അറിയട്ടേടാ, അവരെല്ലാരും അറിയട്ടേടാ കാര്യങ്ങളെല്ലാം. അല്ല ഞങ്ങള് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരുടെ ഇൻസ്റ്റ ഐ ഡി പറയാം. അതൊന്ന് പെയ്ഡ് ടൈപ്പ് ചെയ്യിപ്പോ ലൈവില്. എന്നിട്ട് റീച്ച് ആവോന്ന് അറിയില്ല. അയ്യോ ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ പേരിടാം. നിനക്ക് ഞാൻ ഒരു ഉമ്മയല്ലേ ചോദിച്ചത്. എന്നോടൊന്ന് ലവ് യു അറിയാൻ മതി. എന്നിട്ട് ഓക്കെ എന്താ പേര്? സാൻഡ്ര അല്ലേ? സാൻഡ്ര നമ്മള് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവാണ്, അങ്ങനല്ലേ? അപ്പൊ സാൻഡ്രന്റെ എന്തെങ്കിലും ഒരു ടാലന്റ് സാൻഡ്ര കാണിക്കുവാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്? അതെ അതാണ് ന്യായമായിട്ടുള്ള കാര്യം. സാൻഡ്ര മുഖം പോലും ശരിക്കും കാണിക്കുന്നില്ല. ഇതെന്തോ ഫ്രിഡ്ജിൽ മറ്റേ കൊക്കക്കോള വെച്ച പോലെ പകുതി നമ്മൾ കാണുന്നുള്ളൂ. ഫുൾ ആയിട്ട് കാണിക്കുക സാൻഡ്ര, മുഖം കാണുന്നില്ല. ഇങ്ങനെ കുറച്ചിങ്ങനെ ആക്കിയാൽ മതിയല്ലോ ക്യാമറ. ഇതിൽ നല്ല ഹിന്ദിക്കാരാ നല്ലത്. ഇവളെനിക്ക് എന്നാ ഭായി എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല.
ഞാൻ എന്നെ റിജക്ട് ചെയ്തിരിക്കുന്നു. നീ ഞാൻ ഇപ്പൊ തുറന്നു പറയാം, സാൻഡ്രനെ ഞാൻ റിജക്ട് ചെയ്തിരിക്കുന്നു. നിനക്ക് ഉമ്മയും ഇല്ല ലവ് യു ഇല്ല, സ്കിപ്പ് ചെയ്തോ. സാൻഡ്രക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടാ ഞാൻ അന്ന് എന്താ പറഞ്ഞേ? എന്ത്? ആ നീ കാര്യം ഉള്ള പറ. നീ ഇവനെ റിജക്ട് ചെയ്ത കാര്യം തുറന്നു പറ. ഞാൻ റിജക്ട് ചെയ്തില്ല. സാൻഡ്രക്ക് എന്നോട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഉള്ള കാര്യം പറയാം. നീ കുറെ കാലമായി എന്റെ പുറകെ നടക്കുന്ന, 1 വർഷമായി, എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല മോളെ. എനിക്ക് വേറെ എന്റെ ഇഷ്ടം വേറെ ആയിപ്പോയി. അല്ലല്ല അല്ലല്ല, ഈ കരടിയല്ല, ഈ കരടിയായിട്ടും ഈ രാക്ഷസ യാതൊരു ഇതുമില്ല. അപ്പൊ സാൻഡ്ര എനിക്ക് ഇഷ്ടമല്ല, നമുക്ക് പിരിയാൻ വേണ്ടി നമ്മള് സെറ്റ് ആയില്ല. എനിക്ക് തിരിച്ച് ഇഷ്ടമല്ല, നമുക്ക് വേറെ ആളെ നോക്കാം, സ്കിപ്പ് ചെയ്യാം. സാൻഡ്ര ടാലൻസ്, any talents? Do you sing or do you dance? Anything? ഇവർ വെള്ളം പുതുങ്ങിയാളാ രണ്ടാളും. Nothing. Okay. Bye. രണ്ടാളും. Bye guys. See you. അപ്പൊ ബൈ പുതുങ്ങികളെ. അവർ ഫാൻസ് സപ്പോർട്ടേഴ്സ് ആണോ? Love you guys. Bye. See you. Bye. Love you സാൻഡ്ര, love you ബെല്ല. Bye. തിരിച്ചെനിക്ക് വേണ്ട. എന്ത് അങ്ങോട്ട് മാറാ. അടുത്തതിനെ പിടിക്കും. ഒന്നിലുള്ള വിലയിരുത്തല് മലയാളികളായിക്കോട്ടെ. ഇന്ത്യക്കാരെ ഞാൻ പിടിച്ച മലയാളികളെ എനിക്ക് ഇഷ്ടമല്ല. മലയാളികളെ ഇഷ്ടമല്ല. ഒരു ലോസും ഇല്ല. മലയാളികളെ എനിക്ക് ഇഷ്ടമല്ല. ഇന്ത്യക്കാരെ ഞാൻ പിടിച്ചേരാം. ഇന്ത്യക്കാരെ ഞാൻ പിടിച്ചേരാം. മുഖം കാണിക്കുന്ന ആരെയും വരട്ടെ. മോനെ മാറി.